അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. സാധാരണ നമ്മൾ പരിപ്പോടെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വെള്ളക്കടല വെച്ചിട്ട് ചെയ്യുന്ന നല്ല രുചിയുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു 4-5 മണിക്കൂറോളം വെള്ളക്കടല വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മുടെ ഈ അളവ് കപ്പിൽ 2 കപ്പ് കറക്റ്റ് വെള്ളക്കടല ഉണ്ട് കേട്ടോ. ഇത് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തതിന് ശേഷമുള്ള അളവാണ് ഈ ഒരു 2 കപ്പ്. ഈ വെള്ളക്കടല നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കണം. ഇത് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കുറച്ചേറെ തന്നെ ഉള്ളത് കൊണ്ട് നമുക്കിതൊരു 2-3 ആയിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചിട്ടെടുക്കരുത്. സാധാരണ നമ്മൾ പരിപ്പോടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ തരികൾ കിടക്കുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ഒരുപാട് ഒഴിക്കരുത്, കാരണം ഇത് വെള്ളത്തിൽ കുതിർത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇട്ട് അരയ്ക്കാതെ ഒരു 2-3 തവണയായിട്ട് നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മതി. ഈ ഒരു പരുവത്തിനാണ് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള കടലയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം. കടലയെല്ലാം തന്നെ ഞാൻ ചെറിയ തരികളോട് കൂടിയിട്ട് ഇവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 പച്ചമുളക് ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ചെറിയ സവാള ഇതുപോലെ ചെറിയതായിട്ട് നമ്മളൊന്ന് അരിഞ്ഞിട്ടെടുത്തതാണ്. അപ്പോൾ ഈ ഒരു സവാള അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്. കായപ്പൊടി നമ്മൾ ഒഴിവാക്കരുത്, ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൽ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഞാൻ ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പരിപ്പോടൊക്കെ ഷേപ്പ് ആക്കുന്ന പോലെ തന്നെ കൈ കൊണ്ട് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉള്ളംകൈയിൽ വെച്ചിട്ട് ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സൈഡൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിലല്ല കേട്ടോ, ചെറിയതായിട്ടാണ് ഞാനത് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് ഷേപ്പാക്കിയിട്ട് അപ്പോൾ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വറുത്തിട്ടെടുക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് തീ കുറച്ചും വെക്കരുത്, ഒരുപാട് തീ കൂട്ടിയിടരുത്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ശേഷം പതിയെ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ അത്യാവശ്യം നല്ലൊരു കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്.
കണ്ടില്ലേ, കാണാനാണെങ്കിലും പരിപ്പുവടയൊക്കെ പോലെ തന്നെ അതുപോലെ തന്നെ നല്ല രുചിയുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സാധാരണ നമ്മൾ ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളക്കടല വെച്ചിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. ആ കടലയൊന്ന് വെള്ളത്തിൽ കുതിർന്ന് വരാൻ എടുക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. അല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.